ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്കൈസൺ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറും ഒരു ബിസിനസ്സുകാരനെ കുറിച്ചല്ല, മറിച്ച് കടൽ കടന്നു ചെന്ന് ലോകം കീഴടക്കിയ ഒരു മലയാളി കരുത്തിനെ കുറിച്ചാണ്. അതെ, നമ്മുടെ സ്വന്തം MA യൂസഫ് അലി. നാട്ടികയിലെ ഒരു ചെറിയ വീട്ടിൽ നിന്നും ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ശതകോടീശ്വരന്മാരിലേക്കുള്ള ആ യാത്ര നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നാട്ടിക മുതൽ അബുദാബി വരെ 1950കളിൽ തൃശ്ശൂരിലെ നാട്ടികയിലാണ് ഈ കഥ തുടങ്ങുന്നത്. വലിയ സ്വപ്നങ്ങളുമായി 1973 കപ്പൽ കയറി അബുദാബിയിലെത്തിയ ആ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും അച്ചടക്കവും മാത്രമായിരുന്നു. ചെറിയൊരു പലചരക്ക് കടയിൽ നിന്ന് തുടങ്ങിയ ആ യാത്രയാണ് ഇന്ന് കാണുന്ന ലുലു ഗ്രൂപ്പ് എന്ന പടുവൃക്ഷമായി വളർന്നത്. 90കളിൽ ഗൾഫ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് പലരും പേടിച്ച് പിന്മാറിയപ്പോൾ യൂസഫ് അലി അവിടെ ഉറച്ചു നിന്നു. ആ ധൈര്യമാണ് ആദ്യത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റിന് അടിത്തറയിട്ടത്. ഇന്ന് ലോകമെമ്പാടുമുള്ള 250ലധികം ശാഖകൾ, 10,000കണക്കിന് ജീവനക്കാർ. ലുലു എന്നാൽ ഇന്ന് വിശ്വാസത്തിന്റെ മറ്റൊരു പേരായി മാറി. ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ വെറും ഒരു ബിസിനസ് ഗ്രൂപ്പ് എന്നതിലുപരി ലോകോത്തര നിലവാരത്തിലുള്ള സ്മാർട്ട് സിറ്റികളും ഹോസ്പിറ്റാലിറ്റി രംഗത്തെ പുത്തൻ പരീക്ഷണങ്ങളുമായി അദ്ദേഹം മുന്നേറുകയാണ്. പ്രളയമായാലും മഹാമാരി ആയാലും സഹായഹസ്തവുമായി ആദ്യം ഓടിയെത്തുന്ന ആ മനസ്സ് തന്നെയാണ് ഇന്നും അദ്ദേഹത്തെ ജനപ്രിയനാക്കുന്നത്. ഹെലികോപ്റ്റർ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ആ പോരാട്ട വീര്യം ഇന്നും നമുക്കേവർക്കും വലിയൊരു പാഠമാണ്. നമ്മുടെ സ്വപ്നങ്ങൾക്ക് അതിരുകളില്ലെന്ന് തെളിയിച്ച വ്യക്തിത്വം, ആ നിശ്ചയദാർഢ്യം നമുക്കും മാതൃകയാക്കാം. യൂസഫ് അലിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വിശേഷങ്ങൾക്കായി സ്കൈസൺ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരും വരെ നന്ദി, നമസ്കാരം.